വിപ്പ് ലംഘിച്ചാൽ എന്താ കുഴപ്പം? ഹൈക്കമാൻഡ് അല്ലല്ലോ ഇവർ ജയിപ്പിക്കുന്നത്, നാട്ടിലെ ജനങ്ങളല്ലേ. ഈ ജനങ്ങൾക്ക് ഇത്രയും വിഷയം എറണാകുളം ഈ ജില്ലയിൽ ഈ മുനമ്പത്ത് ഇത്രയും വിഷയം ഉണ്ടായിട്ട് മുനമ്പം പ്രശ്നവും വഖഫുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും പറ്റില്ല. എവിടെയായിരുന്നു ഇത്രയും കാലം? അവരല്ലേ ഈ ഞങ്ങളുടെ ശബ്ദമായി, കേരളത്തിൻ്റെ ശബ്ദമായി മാറേണ്ടിയിരുന്നത്? അവരെല്ലാവരും മാറിക്കളിക്കുകയായിരുന്നു. നിങ്ങളുടെ MP എവിടെ? ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. പാർലമെൻറ്റിൽ നിങ്ങളുടെ ശബ്ദമായി ഞാൻ മാറുകയും ചെയ്യുമെന്ന് അദ്ദേഹം അന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഷാജൻ സ്കറിയ സാർ മറുനാടൻ മലയാളിയെ കാണുകയാണെങ്കിൽ പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയും എന്ന് കരുതിയതിന് ശേഷമാണ് ഞങ്ങൾ മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്. 19 MP മാപ്പില്ല. കാരണം രാജ്യദ്രോഹപരമായ ഒരു നിയമം, കാട്ടുനിയമം അതിനകത്ത്. നമസ്കാരം. മുനമ്പത്തെ ജനങ്ങൾ സന്തോഷിക്കുമ്പോൾ മറുനാടനും ഏറെ സന്തോഷിക്കുന്നുണ്ട്. ആദ്യമായി മുനമ്പത്തെ ഈ ഒരു വിഷയം ജനമധ്യത്തിലേക്ക് എത്തിച്ചത് മറുനാടനാണ്. 2023 ഏപ്രിൽ 19 ഞാൻ തന്നെ മുനമ്പത്തേക്ക് എത്തുന്നത്. ഇവിടെ വരുമ്പോഴാണ് ഈ കാര്യങ്ങളുടെ ഒരു വ്യാപ്തി, ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അന്ന് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ആ ഒരു വിഷമവും അവരുടെ പരാതികളും പരിഭവങ്ങളും എല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. ഞാനന്ന് വന്നപ്പോൾ ആദ്യം പരിചയപ്പെട്ടത് ബെന്നിച്ചേട്ടനെയായിരുന്നു. ബെന്നിച്ചേട്ടൻ ഇവിടെ നമ്മുടെ അടുത്തുണ്ട്. ബെന്നിച്ചേട്ടാ, ആദ്യമായിട്ട് ഞാനിവിടെ വരുന്നത് 2023 നിങ്ങളുടെ ഒരു വിഷയം അറിഞ്ഞിട്ട് ആദ്യം ബന്ധപ്പെടുന്നതും ചേട്ടനെയാണ്. അന്ന് മുതൽ ഇങ്ങോട്ട് ഉള്ള ഒരു വഴികൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ? ഞങ്ങൾ ഇത് എന്താണ് ഈ വിഷയം? ഞങ്ങൾ ചെന്നപ്പോൾ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അത് റവന്യൂ വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ അത് തഹസിൽദാറിൻ്റെ മിസ്റ്റേക്കാണ്, അത് ഇവിടുത്തെ MLA വിളിച്ചു പറഞ്ഞാൽ തീരുമെന്ന് മാത്രമാണ് ഞങ്ങൾ ആദ്യം ധരിച്ചത്. അങ്ങനെ ഏപ്രിൽ 10 ഇവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. അതും കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ സഹായിക്കാൻ ഒരു പത്രപ്രവർത്തകരോ അതല്ലെങ്കിൽ ആരും തന്നെ ഇല്ലാഞ്ഞ അവസരത്തിൽ ഷാജൻ സ്കറിയ സാർ മറുനാടൻ മലയാളിയെ കാണുകയാണെങ്കിൽ പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയും എന്ന് കരുതിയതിന് ശേഷമാണ് ഞങ്ങൾ മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് പീയൂഷ് ഇവിടെ എത്തുന്നത്. ഞങ്ങളത് ഒരിക്കലും മറക്കുകയില്ല. എല്ലാ സ്ഥലങ്ങളിലും പോയി നമ്മൾ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം ഷാജൻ സ്കറിയ സാർ വളരെ ഭംഗിയായി മുനമ്പത്തെ 610 കുടുംബങ്ങൾ നിരാലംബരായി നിൽക്കുകയാണ്. ഒരു പത്രപ്രവർത്തകരോ മാധ്യമങ്ങളോ എത്തിച്ചേരുന്നില്ല. അവരെ സഹായിക്കേണ്ടത് മനുഷ്യഹൃദയമുള്ളവരെല്ലാവരും ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ് മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൽ പീയൂഷ് സാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പിന്നീട് ഇങ്ങോട്ട് എങ്ങനെയായിരുന്നു? മാധ്യമങ്ങളൊക്കെ പിന്നീട് ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് ഞങ്ങൾ ഓരോ കർമ്മ ചാനൽ വരുന്നു. അതിനുശേഷം ഷക്കീന, ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുത്തിട്ട് 6 ദിവസം ഷക്കീനയുടെ ടീമുമായി വർക്ക് ചെയ്ത് അവിടെ നിന്ന് അവരുടെ ഒരു ടീം ഇങ്ങോട്ട് എത്തി. അതിനുശേഷം അവരുടെ പ്രവർത്തനങ്ങളും മെല്ലെ പോയി. ഗുഡ്നെസ് വരുന്നു. അതിനുശേഷം മുഖ്യധാരയിലേക്ക് വരുന്നത് സുരേഷ് ഗോപിയുടെ ഈ മുനമ്പത്തെ മണ്ണിലേക്ക് കാലെടുത്ത് വെച്ചതിന് ശേഷമാണ്. ഇവിടെ വന്ന് ഈ സമരപ്പന്തലിൽ വന്ന് ഈ ഫോട്ടോ സുരേഷ് ഗോപി സാർ തന്നതാണ്. അതിനുശേഷം ഞങ്ങളുടെ ഈ പ്രശ്നം പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്തിച്ചേരുകയും ഘട്ടം ഘട്ടമായി അത് ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. ആദ്യം ഞങ്ങൾ സെപ്റ്റംബർ 27 വഞ്ചി സ്ക്വയറിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരമാണ് നടത്തിയത്. അതിനുശേഷം ന്യൂനപക്ഷ മോർച്ചയുടെ പ്രസിഡന്റ് ശ്രീ ജിജി ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഒരു വഖഫ് ബോർഡ് മാർച്ച് നടത്തി. തുടർന്ന് SNDPയുടെ നേതൃത്വത്തിൽ പള്ളിപ്പുറം പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഒരു സായാഹ്ന സമ്മേളനം നടത്തി. തുടർന്ന് ഞങ്ങൾക്ക് ദാരിദ്ര്യവും ദുഃഖവും അനുഭവിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ നിന്നും കൂടുതൽ പണം ചെലവഴിച്ച് മറ്റു സ്ഥലങ്ങളിൽ പോയി സമരം നടത്തുന്നത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും സാമ്പത്തിക ശേഷി ഇല്ലാഞ്ഞതിൻ്റെ പേരിലുമാണ് ഞങ്ങൾ വളരെ ചുരുങ്ങിയ പേർ ചേർന്നെടുത്ത ഒരു തീരുമാനമാണ്. പ്രത്യേകിച്ചും ഇവിടെ ഇപ്പോൾ സെബാസ്റ്റ്യൻ ചേട്ടനുണ്ട്, ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാൻ, അദ്ദേഹവും മുൻകൈയെടുത്ത് ഞങ്ങൾ 2 പേരാണ് ആദ്യമായിട്ട്, ഒരു ജോസഫ് കല്ലുങ്കിലും ഞാനുമാണ് ഇവിടെ ആ സ്ഥലത്ത് ഒരു ചെറിയ ഷീറ്റ് വലിച്ചു കെട്ടി ഈ സമരം വികാരിയച്ഛൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം ഈ സമരത്തിൻ്റെ ഗതി മെല്ലെ മാറുകയായിരുന്നു. തുടർന്നാണ് സുരേഷ് ഗോപി സാർ ഇവിടെ വരുന്നത്. അതിനുശേഷം ഓരോരുത്തരായിട്ടും വന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ, ശോഭാസ് കരന്തലജെ,
അതേപോലെ തന്നെ ഡൽഹിയിലെ കേരളത്തിലെ BJPയുടെ സമസ്ത നേതാക്കന്മാരും ഇവിടെ എത്തി, പ്രതിപക്ഷ നേതാക്കന്മാരും പല MP-മാരും എത്തി പല വാഗ്ദാനങ്ങളും ഇവിടെ വെച്ച് നിറവേറ്റിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ നിലപാട് മുനമ്പം ജനതയോട് തീരാത്ത രീതിയിലുള്ള കടപ്പാട് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് രാജീവ് ചന്ദ്രശേഖറും അതേപോലെ സുരേന്ദ്രൻ സർ അങ്ങനെയുള്ള നേതാക്കന്മാരുടെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചത്. ഈ മുനമ്പത്തെ ഈ ഒരു സമരം ഇന്ത്യ ഒട്ടാകെ അറിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്കതിൽ ഇന്നലെ ലോക്സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുനമ്പം സേവ് മുനമ്പം എന്നുള്ള വിളികളും മുനമ്പത്തെപ്പറ്റി ഇപ്പോൾ വാതോരാതെ MP-മാർ സംസാരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് എവിടെയായിരുന്നു ഇത്രയും കാലം? അവരല്ലേ ഈ ഞങ്ങളുടെ ശബ്ദമായി കേരളത്തിൻ്റെ ശബ്ദമായി മാറേണ്ടിയിരുന്നത്? അവരെല്ലാവരും മാറിക്കളിക്കുകയായിരുന്നു. ഈ സുരേഷ് ഗോപിയുടെ പടം ഇവിടെ തൂക്കിയിട്ടുണ്ട്, ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായി. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൃശ്ശൂർ പോയിരുന്നു. എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാനും അച്ഛനും സെബാസ്റ്റ്യൻ ചേട്ടനും ബിബിനെ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ പോയി കണ്ടിരുന്നു. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ സ്ഥലം സന്ദർശിക്കും. നിങ്ങളുടെ അദ്ദേഹം ചോദിച്ചാണ് നിങ്ങളുടെ MP എവിടെ? നിങ്ങളുടെ MP എവിടെ? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. പാർലമെൻറ്റിൽ നിങ്ങളുടെ ശബ്ദമായി ഞാൻ മാറുകയും ചെയ്യുമെന്ന് അദ്ദേഹം അന്ന് ഉറപ്പ് നൽകിയിരുന്നു. ആ വാക്ക് അദ്ദേഹം പാലിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹം പാലിച്ചു. എന്താണ് സുരേഷ് ഗോപിക്കായി നിങ്ങൾ കാത്തു വെച്ചിരിക്കുന്ന ആ ഒരു സർപ്രൈസ്? അല്ല, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം സുരേഷ് ഗോപി സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ 610 കുടുംബങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രമാണ്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് മറ്റുള്ളവരുടെ ഒരു പ്രതികരണം കൂടി. ഇന്ന് എന്താ ഇത്രയും പേര് വീണ്ടും ഇവിടെ സമരത്തിനിരിക്കുന്നത് എന്താണ്? അല്ല, ഞങ്ങൾ സമരം കൂടുതൽ ശക്തമാകാൻ പോവുകയാണ്. കാരണം പാർലമെൻറ്റിൽ നിയമം വന്നു കഴിഞ്ഞാൽ ആ നിയമം നടപ്പിലാക്കേണ്ടത് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ അത് ഗവൺമെൻറ് അത് നടപ്പിലാക്കി നിയമോപദേശം എടുത്ത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരണം, ജിയോ പുറപ്പെടുവിക്കാം. അതുവരെ നിങ്ങളുടെ സമരം ഉണ്ടോ? അതുവരെ ഞങ്ങളുടെ സമരം ശക്തമായി തന്നെ ഉണ്ടാവും. ഇവിടെ വീണ്ടും സമരത്തിൽ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഈ ഒരു സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ സൂര്യ ക്ലബിൻ്റെ ടീമംഗങ്ങളാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അല്ല, ഞങ്ങൾ ഈ സമരത്തിൽ ഇറങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ആളുകളുടെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു. അപ്പോൾ വികാരിച്ചും പറഞ്ഞ് നമ്മുടെ ആ ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നില്ല. അപ്പം ഞങ്ങളുടെ ഒരു പഴയൊരു ക്ലബ്ബായിരുന്നു. അപ്പോൾ ആ ക്ലബ്ബ് ഒന്ന് പുനരുദ്ധീകരിച്ചെടുത്തിട്ട് എല്ലാവരും അതിൽ ചേർത്തു. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ വിവിധ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ പല രീതിയിലുള്ള സമരമുറകൾ അതിനകത്ത് പ്ലാൻ ചെയ്തു. അപ്പോൾ കൂടുതലും അതിന് മാധ്യമ ശ്രദ്ധ കിട്ടി. അത് കൂടാതെ ഇവിടെ ആളുകളുടെ ഇടയിൽ ഒരു ഐക്യം വന്നു അങ്ങനെ കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഒരു വാക്ക് എന്നുള്ള രീതിയിൽ പല ആളുകൾ പറയാതെ ഈ വരുന്ന വാർത്തകളെല്ലാം ഞങ്ങൾ ഇവരെല്ലാവരും അറിയിച്ചു. തെറ്റിദ്ധാരണ ആരും പരത്താൻ പാടില്ലല്ലോ. അപ്പോൾ ഐക്യം, ഇവിടെയുള്ള ഒരു ഐക്യം ആണ് മെയിനായിട്ട് ആദ്യം വേണ്ടത്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമുക്ക് ഈ ക്ലബ്ബ് ഒരുപാട് ഗുണം ചെയ്തിരുന്നു. വിജയത്തെ എങ്ങനെ നോക്കിക്കാണും? വളരെ സന്തോഷം. ഇനിയിപ്പോൾ നമ്മൾ ഓവർ എക്സൈറ്റഡ് ഒന്നും അല്ല. കാരണം ഇന്ന് രാജ്യസഭയിൽ അതും കൂടി കഴിയണമല്ലോ. അതിന് കഴിയണം, പ്രസിഡന്റ് സൈൻ ചെയ്യണം. ചിലപ്പോൾ അവർ സുപ്രീം കോടതിയിൽ പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ അവർ നമുക്ക് തരേണ്ടതാണ്. കാരണം നിയമം മാറി, നമുക്കതിനകത്ത് ഒരു പരിഹാരമുണ്ട്. പഴയ നിയമത്തിൻ്റെ കാര്യം പറഞ്ഞ് നമുക്ക് ഇനി ആരും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും നാൾ ഗവൺമെൻറ് പറഞ്ഞിരുന്നത് ഈ വഖഫ് നിയമത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. അത് തന്നെയാണ് ഇപ്പോഴും UDF പറയുന്നത്. കാരണം ഇതും ഈ മുനമ്പം പ്രശ്നവും വഖഫുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും പറ്റില്ല. കാരണം ആ നിയമത്തിൽ കുരുങ്ങിയാണ് ഇത് കിടക്കുന്നത്. അവർ പറഞ്ഞോട്ടെ, അവർ പറഞ്ഞ് ഇപ്പോൾ ബന്ധമില്ലാണ്ടാവുന്നത് ജനങ്ങളും UDF തമ്മിലാണ്. ബന്ധം ഇല്ലാതെയായി. മുനമ്പവും വഖഫും തമ്മിൽ ബന്ധമുണ്ട്, ജനങ്ങളും UDF തമ്മിൽ ബന്ധമില്ല. ആ ബന്ധം തീർന്നു. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെറ്റ് പറ്റിയെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകണം രാഷ്ട്രീയ പാർട്ടികൾ. അമെൻഡ്മെൻറ്റ് ഇവർ 2 ചെയ്താണ്. 95-ലും ചെയ്താണ്, 2013-ലും ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിനെയും കണ്ടുകൂടെ? അത് ചെയ്യുന്നില്ല. അതാണ് രാഷ്ട്രീയക്കാരുടെ ഒരു പ്രശ്നം. കോൺഗ്രസിന് വലിയ കനത്ത തിരിച്ചടിയാവും. അല്ല, ഇത് ഇവർ ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. പണ്ടത്തെ കാലഘട്ടമൊന്നുമില്ല. ഇന്ന് നമ്മൾ എന്ത് ചെയ്താലും അപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് പഴയ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ കുറച്ചും കൂടി ഒന്ന് വിജിലൻ്റ് ആയിരിക്കണം. പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. എല്ലാവർക്കും അറിയാം. ഇന്ന് ഞങ്ങൾ ഈ നാടിനെ മുഴുവനും ഈ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ വന്നൊരു UDF കാരനും പറഞ്ഞു കഴിഞ്ഞാൽ ആളും വിശ്വസിക്കില്ല. ഇത് മുനമ്പവും വഖഫും തമ്മിൽ ബന്ധം ഇപ്പോഴും പറയാണ്. ഇപ്പോഴും കൂടി ഞാൻ മുസ്ലിം ലീഗിൻ്റെ മുനീറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടാണ്. അതിലും പുള്ളി പറയുന്നത് മുനമ്പം വേറെ രീതിയിൽ പരിഹരിക്കണം. അതെങ്ങനെ പരിഹരിക്കും? ഒരു കമ്മീഷനെ വെച്ചു, അവർ കോടതിയിൽ പോയി.
ജഡ്ജി പറഞ്ഞ എന്താണ്, ഇത് വഖഫിൻ്റെ കീഴിൽ വരുന്നതാണ്, നിയമത്തിൻ്റെ കീഴിൽ വരുന്നതാണ്, ഈ നിയമത്തിൽ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയും പറയണം മുനമ്പവും വഖഫും തമ്മിൽ ബന്ധമില്ല. ആളുകൾ വെറുതെ ആടിനെ വെറുതെ പട്ടിയാക്കുന്ന ഒരു പരിപാടിയാണ്. സൂര്യ ക്ലബിൻ്റെ ആ ഒരു ഇടപെടലും അവരുടെ ഒക്കെ വളരെയധികം ഗുണം ചെയ്തു ഈ ഒരു സമരത്തിന്. എന്തായാലും സമരസമിതിയുടെ ചെയർമാൻ കൂടി നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങൾ പൊരുതി തന്നെ ജയിച്ചൊരു വിജയമാണ്. ഈ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. 3 കൊല്ലവും 3 മാസവുമായി ഞങ്ങളുടെ റവന്യൂ അവകാശം നഷ്ടപ്പെട്ടിട്ട് അതിനുവേണ്ടി ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പുറകെ തന്നെയായിരുന്നു. ഒരു കാര്യം നടക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ നിരാഹാരത്തിലോട്ട് കടക്കുകയും നിരാഹാരം 172-ാം ദിവസം കേന്ദ്രത്തിൽ അന്ന് ഇവിടെ വന്ന കേന്ദ്രമന്ത്രിമാരും സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞ വാക്ക് പാലിച്ചു. അതിനെ അതിനകത്ത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഇവിടെ വന്നുകൊണ്ട് എല്ലാ സഹായം നിങ്ങൾക്ക് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ 19 MP ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഇവിടെ വന്ന് പറഞ്ഞതിന് വിപരീതമായി പോയില്ലേ. അവർക്ക് വോട്ടിങ്ങിൽ നിന്ന് മാറി കയറുന്നു. ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിപ്പ് കൊടുത്ത്, വിപ്പ് ലംഘിച്ചാൽ എന്താ കുഴപ്പം? ഹൈക്കമാൻഡല്ലല്ല ഇവർ ജയിപ്പിക്കുന്നത്, നാട്ടിലെ ജനങ്ങളല്ലേ. ഈ ജനങ്ങൾക്ക് ഇത്രയും വിഷയം എറണാകുളം ഈ ജില്ലയിൽ ഈ മുനമ്പത്ത് ഇത്രയും വിഷയം ഉണ്ടായിട്ട് ഹൈബിക്ക് ആ വോട്ട് ബഹിഷ്കരിക്കാമായിരുന്നു. വിപ്പ് ലംഘിച്ച ചരിത്രം കോൺഗ്രസിൽ അതിക്ക് മുമ്പുണ്ട്. മുഖ്യമന്ത്രി കരുണാകരനായിരിക്കാൻ നേരത്ത് സുധീരൻ വിപ്പ് ലംഘിച്ചിട്ടുണ്ട്. സുധീരൻ ഇപ്പോഴും പാർട്ടിയിലില്ലേ, അതിലും പവറായിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഹൈബിക്ക് ശരിക്കും വിപ്പ് ലംഘിച്ചുകൊണ്ട് ഞങ്ങളോട് കൂറ് കാണിക്കായിരുന്നു. വളരെ മോശമായി പോയി. എന്ത് തന്നെ പറഞ്ഞാലും ഇതിന് ഈ 19 MP മാപ്പില്ല. കാരണം രാജ്യദ്രോഹപരമായ ഒരു നിയമം, കാട്ടു നിയമം, അതിനകത്ത് ഈ മുനമ്പം തന്നെയല്ല രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഒത്തിരി കുടുംബങ്ങൾ ഇതേമാരെ പെട്ടിട്ടുണ്ട്. അവരെ കണ്ണീരൊന്നും കാണാണ്ട് ആർക്ക് വേണ്ടി ഈ നിയമത്തിനെ നിലനിർത്താൻ നോക്കുന്ന ഈ MP ഇവർ പിൽക്കാലത്ത് അറിയാൻ പോകുന്നത് ഏത് തരത്തിലാണെന്ന് കണ്ടറിയാം. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, അത് തന്നെയാണ് പറയാനുള്ളത്. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. മുനമ്പത്തുകാരുടെ ശക്തി എന്താണെന്ന് ഈ 19 MP മനസ്സിലാക്കാൻ പോകുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും വലിയ വിജയം തന്നെയാണ് മുനമ്പത്തെ സമരസമിതി അംഗങ്ങൾക്കുള്ളത്. കാരണം ഇന്ത്യ ഒട്ടാകെ ഈ ഒരു സമരം വ്യാപിച്ചു, വലിയ ജനശ്രദ്ധയാണ് നേടിയത്. ഒടുവിൽ ഒരു നിയമം തന്നെ മാറ്റി എഴുതാൻ പോവുകയാണ്. മുനമ്പത്ത് നിന്നും അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.